ഞാൻ പറയാം. വികസനം സംബന്ധിച്ച കാര്യങ്ങൾ. ഒന്ന്, വെള്ളയിൽ പ്രോജക്ട്, വെള്ളയിൽ ഹാർബറിന്റെ പ്രോജക്ട് കൊണ്ടുവന്നത് 2006 എ പ്രദീപ് കുമാർ MLA മെഡിക്കൽ കോളേജിലെ PSSY പ്രോജക്ട് കൊണ്ടുവന്നത് ശ്രീമതി ടീച്ചറുടെ കാലത്ത് 2007 ഈ രണ്ട് ഘട്ടത്തിലും ഇദ്ദേഹം കോഴിക്കോട്ടെ MP പോലും അല്ല. 2009 അദ്ദേഹം ഇവിടെ MP ആവുന്നത്. അതുവരെ അദ്ദേഹം ഇവിടെ MP പോലും അല്ല. ഞാൻ വരാൻ തയ്യാറാണ്. അഭിജിത്തിന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു. എന്താണ് ഈ 15 വർഷത്തിലുള്ള തൊട്ടു കാണിക്കാൻ ഇന്ന സ്ഥലത്ത് മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇതുപോലൊരു കോൺഗ്രസ് നേതാവ് കഴിഞ്ഞ ഒരു ചർച്ചയ്ക്കിടയിൽ പറഞ്ഞു, ₹1 ഒരു ചില്ലിക്കാശ് ലാപ്സാക്കിയാൽ, ആര് രാഘവൻ ലാപ്സാക്കിയാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അയാളുടെ സ്ഥാനാർത്ഥിത്വം എന്ത് ചെയ്യുമെന്ന് പിൻവലിക്കുമെന്ന് പറഞ്ഞു പോയി. നിങ്ങളെ പോലെ അഭിജിത്ത് സ്വന്തം പേര് മാറ്റി പറഞ്ഞ വ്യക്തിയാണ് നിങ്ങൾ. ഈ വാക്കും നിങ്ങൾ മാറ്റി പറയില്ലേ? ഒരു മിനിറ്റ്. ഒന്ന് ഈ ക്യാപ്സ്യൂളുകളുടെ നിലവാരം ഇതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി. ഒന്ന് പറയട്ടെ. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കേസ് ഒന്ന് പറയട്ടെ. നിങ്ങൾ ഈ വിറളി പിടിക്കുന്ന CPM-കാർ എന്തും പറയുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഒരു മിനിറ്റ്. ഇത് ഹഷ്മി, അങ്ങേക്ക് 2 രേഖകൾ ഞാൻ തരാം. ഒന്ന് 2014 ഒരു മിനിറ്റ് ഇദ്ദേഹം പറഞ്ഞത് തീർച്ചയായിട്ടും വരാമല്ലേ? ആ വരാമെന്ന് മാത്രമല്ല ഹാഷ്മി, ഈ രേഖയൊന്ന് വെറുതെ ഈ പൊതുസമൂഹത്തിന് മുൻപാകെ ഞാൻ അവതരിപ്പിച്ചു തരാം. അന്ന് 2012 ഈ രാജ്യത്തിന്റെ ആരോഗ്യമന്ത്രിയായിരുന്ന ഗുലാം നബി ആസാദിന് ശ്രീ MK രാഘവൻ കൊടുത്ത കത്തിനുള്ള അദ്ദേഹത്തിന്റെ മറുപടി. ഒരു മിനിറ്റ്. ഇത് ഈ ചർച്ചകളെയെല്ലാം പാർട്ടി ഓഫീസിൽ നിന്ന് ഒരു മിനിറ്റ്. ഐ വുഡ് ലൈക്ക് ടു ഇൻഫോർം ഇവിടെ പരിജ്ഞാനമുള്ള ആളുകളാണല്ലോ നിൽക്കുന്നത്. പരിജ്ഞാനമുള്ള ആളുകളാണല്ലോ നിൽക്കുന്നത്. ഒരു മിനിറ്റ്. നിങ്ങളെ വികസനം പറയുമ്പോ നോക്കൂ, എല്ലാ ചർച്ചകളിലും വികസനത്തെക്കുറിച്ച് MK രാഘവന്റെ ഇടപെടലുകളെ കുറിച്ച് പറയുമ്പോ ആ ചർച്ചകളെ അസ്വസ്ഥതയുണ്ടാക്കുന്ന CPM നേതാക്കളോട് സൂചിപ്പിക്കുന്നു. 2012 അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന ശ്രീ ഗുലാം നബി ആസാദ് തന്നിരിക്കുന്ന മറുപടി അങ്ങേക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേക്കണേ. ഒന്ന് CPM പ്രതികളെ കാണിച്ചു കൊടുക്കാം. ഐ വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് ഈസ് ബീയിങ് കൺസിഡർഡ് ഫോർ അപ്ഗ്രഡേഷൻ ഇൻ 3rd phase ഓഫ് പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന PMSSY. നോക്കണ്ടേ ഒരു മര്യാദ വേണ്ടേ? ഇവിടെ ടീമുകൾ ഒരു നിങ്ങൾ വരൂ. എന്താ സംശയം? ഗവൺമെന്റ് കൊടുത്തു. ഇതുപോലെ ഞാൻ എന്റെ മുൻപിലുള്ള രേഖമാണ് ഈ സമൂഹത്തിന് മുമ്പാകെ സംസാരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്റെ പൊന്ന് ശ്രീ ഗിരീഷ്, നമുക്ക് അവിടെ പോയി ചർച്ച നടത്താം.